അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് അങ്ങോട്ട്, അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഈ കൺസേൺ ആണ്, അതായത് ഒരുത്തൻ നേഴ്സിംഗും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ പണിക്കും പോകുന്നില്ല, അല്ലെങ്കിൽ സ്കോപ്പുള്ളൊരു ഫീൽഡാണ്, പുറത്തേക്ക് പോകാൻ പറ്റും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് പോകാൻ പറ്റും. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, 2 ആഴ്ച പോയിട്ടുണ്ട് ലേക്ക് ഷോറിൽ. അപ്പോൾ ഈ ഒരു കൺസേണും കാര്യങ്ങളൊക്കെ വന്നുന്ന സമയത്ത് ഇവരും ഇപ്പം മമ്മിയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയുന്നത് അവിടെ ജോലിക്ക് പോകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് നേഴ്സിങ്ങിനോ, സിനിമ വിട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൺസ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം നേരം സിനിമ അതിലാണൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മുഴുനീള കഥാപാത്രം ഒരു സിനിമയിൽ കണ്ട ഒരു ക്യാരക്ടറായിട്ട് സിനിമയിൽ രജിസ്റ്റർ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് മമ്മി ഇവിടെ ഇല്ല, മമ്മി ദുബായിലാണ്, മമ്മി സിസ്റ്ററിൻ്റെ അടുത്ത് പോയേക്കാണ്. എന്നിട്ട് മമ്മി തിരിച്ച് വന്ന ശേഷമാണ് മമ്മീനെ ഞാൻ പത്മയിൽ കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത്. അന്ന് നേരം റിലീസായിട്ടുണ്ട്. മമ്മീനെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നില്ല ഫോട്ടോ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും വന്ന് ഷെയ്ക്ക് ഹാൻഡ് ഇടുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികൾ. അപ്പം മമ്മി ഭയങ്കര ഹാപ്പിയാണ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി, പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടാണ് പരിപാടി പോയിക്കൊണ്ടിരിക്കണമെന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ ഒരു കൺസേൺ ആണ്. അതായത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിതത്തിൽ എന്തെങ്കിലും നേടാനായിട്ട് സാധിക്കണം എന്നുള്ളൊരു കൺസേൺ ഉള്ളതുകൊണ്ടാണ്. കാരണം അവരൊക്കെ ജീവിച്ചത് ഞാൻ കണ്ടേക്കുന്നതാണ്, അത് അങ്ങനെയാണ് ജീവിച്ച് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുമല്ലോ മക്കൾക്ക്. നമ്മളങ്ങനെയാണല്ലോ, എല്ലാവരും അങ്ങനെ തന്നെ. നമ്മുടെ മക്കൾക്ക് നമ്മൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളില്ല, അതെ, നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റണം എന്നെല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ ആ ഒരു കൺസേണും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ വേറെ പണിക്കുമോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് നമുക്കറിയുള്ളൂ. പ്രൂവ് ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫാമിലി തന്നെ ആയിരിക്കും. മനസ്സിലായത്? അതിപ്പോൾ ഒരു ഡൗൺഫോൾ ഉണ്ടായാലും, അല്ലെങ്കിൽ ഒരു ഭയങ്കര രീതിയിൽ ഹിറ്റടിച്ച് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും ഇവർ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തൊക്കെയാണ് ഉജ്ജ്വലിന് ശേഷമുള്ള പരിപാടികൾ? ഉജ്ജ്വലിന് ശേഷം ഇപ്പോൾ 2-3 പരിപാടികൾ ഇങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉജ്ജ്വലിന് മുമ്പും ഒരുപാട് പരിപാടികൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രൊഡക്ഷൻ ഇഷ്യൂസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടും അതുകൊണ്ടും ഇങ്ങനെ പ്രൊജക്റ്റുകൾ ഓണാവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊക്കെ കുറച്ച് ബഡ്ജറ്റുകളുള്ള സിനിമയാണ് ഞാൻ ചൂസ് ചെയ്ത് വെച്ചേക്കുന്ന സിനിമകളുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ 8 കോടിയോ 10 കോടിയൊക്കെ വരേണ്ട സാധനമാണ്. ആക്ഷനും അങ്ങനെ ക്വാളിറ്റിയിൽ ചെയ്തെടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഒരുപാട് സ്ഥലത്തൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന 8 കോടിയുടെ പ്രൊജക്റ്റ് 4 കോടിയുടെ ഇതിലേക്ക് ചെയ്യുമ്പോൾ അതായത് അതിൻ്റെ ക്വാളിറ്റി മാറ്റേഴ്സ്. ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് തിയേറ്റർ ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരാത്തൊരു പരിപാടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥ ഒന്നും ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന പരിപാടികൾ നോക്കി ചൂസ് ചെയ്ത് അങ്ങനെ ഒന്നാണ് ഉജ്ജ്വലൻ. ഈ 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ റോൾസ് ഒന്നും വരുന്നില്ല, ആരും അപ്രോച്ച് ചെയ്യുന്നില്ല. കാരണം എവിടെയോ ആരൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഞാൻ ലീഡ് ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്, നായക കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാൻ വന്നിട്ട് നടപടി ഉണ്ടായിരുന്നില്ല. അടുത്ത് അങ്ങനെ ഇപ്പോൾ ഈ ഉജ്ജ്വലൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിലും സി എ ശംഭുവിൻ്റെ ഇതിൽ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാണ് ആ സമയത്ത് എന്നെ അപ്രോച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴും പുള്ളി ലീഡേ ചെയ്യുന്നുള്ളൂ എന്നാണ് കേട്ടതെന്നാണ് പറയുന്നത്. ആരാ പറഞ്ഞെന്നുള്ളത് നമുക്കറിയില്ല. അതെ, ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും. അല്ല, ഞാൻ ഈ പറയുന്ന പോലെ 2 ഡയലോഗ് വെച്ച് തുടങ്ങിയ പരിപാടിയല്ല. എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന് എന്തെങ്കിലും വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോമിനൻസ് എന്തെങ്കിലും വേണമല്ലോ. ലീഡ് ക്യാരക്ടർ മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പൊന്നിയിൻ സെൽവനൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 10 ദിവസത്തെ പരിപാടിയായിരുന്നു പറഞ്ഞിരുന്നത്. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ ടൈമിൽ സ്കെഡ്യൂൾ ബ്രേക്കിലാണ് അത് വരുന്നത്. അപ്പോൾ ഒന്നാമത് ആ ലുക്കിലിരിക്കുകയാണ്. അപ്പോൾ ആ ലുക്കിൽ വേറൊരു സിനിമയിൽ പോയി വേറൊരു കഥാപാത്രമായിട്ട് അങ്ങനെ നിൽക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ളിലൊരു ഭയം പോലെയോ മണിരത്നം പടം വേണ്ടെന്ന് വെച്ചു അങ്ങനെ തോന്നുമോ? അങ്ങനെ തോന്നില്ല. കാരണം ഞാനിപ്പുറത്ത് വേറെ ഒരു പരിപാടി ആറാട്ടുപുഴ വേലായുധ പണിക്കർ മറ്റേ കുതിരപ്പുറത്തൊക്കെ മറ്റേ പരിപാടി പിടിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും മണിസാറിൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. പക്ഷേ നമ്മളൊരു ക്യാരക്ടറിന് വേണ്ടി ടൈം കൊടുത്തേക്കല്ലേ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് നിന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു പ്രത്യേകിച്ച് അതൊരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കഥാപാത്രം കൂടിയാണ്. അപ്പം അതിനുള്ള ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ലുക്ക് വേറെ എവിടെയും
വരാതിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാൻ എല്ലാ സിനിമകളിലും ഞാൻ എൻ്റെ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വളരെ മൈന്യൂട്ടായിട്ടുള്ളതായിരിക്കാം, എന്നാലും അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കാരണം എനിക്കൊരു ആ ക്യാരക്ടറായിട്ട് ബിലീവ് ചെയ്യാനായിട്ടും എനിക്ക് പേഴ്സണലി ആദ്യം ഒരു ബിലീഫ് വന്നല്ലോ ഞാൻ എന്നൊരു ക്യാരക്ടറാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം മറിയമെന്ന് വിളക്കൂതി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മുടി പറ്റടിച്ചിട്ട് ഫ്രഞ്ച് ബിയർഡൊക്കെ വെച്ചിട്ടൊരു ഊള ഉമ്മൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത്. അതിൽ ആക്ച്വലി അൽത്താഫിൻ്റെ റോളായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് അൽത്താഫിൻ്റെ ക്യാരക്ടറിനാണ് ജനിത്ത് വരുന്നത്. എൻ്റെ അടുത്താണ് ആദ്യം കഥ പറയുന്നത്. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഞാൻ ഒന്ന് ഹാപ്പി വെഡിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ പാവത്താൻ അങ്ങനത്തെ ലൈനാണല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് അത് ചെയ്യാനായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇതൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കിച്ചു, ഷറഫ്, അതുപോലെ ശബരി ഇവരെയൊക്കെ ജോയിൻ ചെയ്യിക്കുന്നത്. അപ്പോൾ ഷറഫിന് അന്ന് വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷറഫിനെ ഇരുന്നോണ്ട് റോണി ഉദ്ദേശിച്ചത്, കിച്ചു ചെയ്തിരുന്ന ക്യാരക്ടർ ഉദ്ദേശിച്ചത്. ഞാൻ എപ്പോഴും ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു. അൽത്താഫെന്ന് സിനിമ ഇതിലേക്കില്ല. അപ്പം അങ്ങനെ ഷറഫിന് വേറെ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇതൊക്കെ കൊണ്ടും ഷറഫിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം മൊത്തം ട്രാക്ക് മാറി. അപ്പോൾ റോണിയുടെ ഇതിലേക്ക് കിച്ചുവിനെ പ്ലേസ് ചെയ്തു. കിച്ചുവിനെ പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും ഉമ്മൻ്റെ ക്യാരക്ടറാണ് നിൽക്കുന്നത്. പിന്നെ അപ്പോൾ അൽത്താഫിനെ ജോയിൻ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അൽത്താഫ് അവിടെ നിൽക്കുന്ന ഒരു ടൈമിൽ ഞാനിവിടെ ഉമ്മൻ്റെ ക്യാരക്ടർ ലൈക്ക് ബിൽറ്റ് വൈസ് ഞാൻ ഭയങ്കര സൈസാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി ആ പാവത്താൻ പരിപാടി ചെയ്തതാണ്, അങ്ങനത്തെ സാധനമുണ്ട്. അപ്പം ഞാനാണ് ജനത്തിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഉമ്മൻ ക്യാരക്ടർ ചെയ്യാം, അൽത്താഫിനെ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ബിലീവബിലിറ്റി. അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നൊരു ഹോൾ ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നായകനായിട്ട് നിന്ന് ചെയ്തിട്ട് പടം വർക്കായില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു മിസ്കാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ചെയ്ത പരിപാടി തന്നെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹാപ്പി വെഡിങ്ങിലൊരു പാവത്താൻ ഭയങ്കര എന്താ പറയുക ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്തൊരു ക്യാരക്ടർ ചെയ്തിട്ട് വീണ്ടും പറയുമെന്നുള്ള കുതിയിലേക്ക് വന്നിട്ടുണ്ട്. ആ റിപ്പീറ്റേഷൻ തന്നെയാണല്ലോ അത്. അതായത് പാവത്താനാണ്, പിന്നെ പെട്ടെന്ന് സ്കോർ ചെയ്യാനുള്ള സ്പേസുള്ള ഏരിയയാണ്. പക്ഷേ ഞാനവിടെ നിൽക്കുക അൽത്താഫിൻ്റെ ക്യാരക്ടറും ബാക്കി എല്ലാ ക്യാരക്ടറും ഇങ്ങനെ നിൽക്കുമ്പോൾ, കാരണം സൈസ് വൈസ് ശബരിയും ഞാനും ഏകദേശം സൈസാണ്, ബാക്കി കിച്ചും അൽത്താഫൊക്കെ ഇച്ചിരി ഇതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനവിടെ നിന്ന് ഇപ്പോൾ പാവത്താൻ പരിപാടി പിടിക്കുകയും അത് എനിക്ക് തന്നെ ഒരു ബിലീവബിലിറ്റി ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ജനത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അൽത്താഫിനെ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്തു. ഞാൻ ഉമ്മൻ്റെ ക്യാരക്ടർ ഇതായിരുന്നു. എന്നിട്ട് ഞാൻ അതാണ് മുടി വെട്ടി ഞാനാണ് അങ്ങനത്തെ ഒരു ലുക്കും ഡിസൈൻ ചെയ്തിട്ട് ജനത്തിൻ്റെ അടുത്തേക്ക് പറയുന്നത്. അപ്പോൾ ജനത്ത് ഓക്കെ ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഊള മറ്റേ അച്ചായൻ മറ്റേ കള്ളുടിയൻ അലമ്പ് സെറ്റപ്പ് ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചെയ്യാൻ അതിന് ആ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു ലുക്ക് എനിക്ക്. അപ്പം ഞാൻ അപ്പം ഞാനങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിലും അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഞാൻ പിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് എനിക്കാദ്യം ഒരു ബിലീവബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. വരനിൽ അങ്ങനെ കിട്ടിയായിരുന്നു മുടി. അത് ഓൾറെഡി അവർ ഫുൾ സ്കെച്ചായിട്ടാണ് വന്നത്. അച്ഛനും ഈ പറയുന്ന ജിജോബായ് പുള്ളിയും ഡയറക്ടർ, പുള്ളി ഓൾറെഡി സ്കെച്ചും പരിപാടികളൊക്കെ എന്നെ വെച്ചിട്ട് സ്കെച്ചും പരിപാടിയൊക്കെ വരച്ചിട്ടാണ് ഓൾറെഡി എൻ്റെ അടുത്തേക്ക് വന്നത്. ഈ ആടിനെ പിടിച്ചിരിക്കുന്ന പരിപാടി അവർ ഓൾറെഡി സ്കെച്ച് വരച്ചിട്ടാണ് കൊണ്ടുവന്നത്, മുടിയൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. ആ സമയത്തല്ലേ പത്മരാജൻ്റെ പോലത്തെ മുകളിലൊരു ഫോട്ടോ ഒക്കെ ഭയങ്കര അത് 19 പ്രിപ്പറേഷൻ നടക്കുന്ന ടൈമിൽ, ആ ടൈമിൽ ഒരുപാട് പേര് അത് പത്മരാജനാണ് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ കാണിച്ചു കൊടുത്താലും അവര് അത് പത്മരാജനാന്നുള്ള ഇപ്പം അറിയാത്തവരടുത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് ചിലർ പറയും ഇപ്പോൾ നിങ്ങൾക്ക് പത്മരാജൻ്റെ ഒരു കട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ അപ്പോൾ ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇത് നിങ്ങളാണോന്ന് ചോദിക്കും. അതായത് ഇവർ പത്മരാജൻ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഞാനന്ന് മുടിയുണ്ട് ആ ടൈമിൽ, മുടി ഇങ്ങനെ ബാൻഡ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുകേഷ്, ഞങ്ങൾ എപ്പോഴും ഈവനിങ്ങിൽ ഇപ്പോൾ അൽഫോൺസ് ആ ടൈമിൽ ചെന്നൈയിലാണ്, പിന്നെ എല്ലാവരും ഷൂട്ടും ഇതൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ അവിടെ സ്പേസിൽ മുകേഷ് മുരളീധരൻ ഉണ്ടാവും, ഷിനോസ് റഹ്മാൻ ബ്രദേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തോ പത്മരാജൻ്റെ ഡിസ്കഷൻ എന്തോ പരിപാടി വന്നപ്പോൾ ഞാൻ എൻ്റെ ഓൾറെഡി താടിയുണ്ട്. അപ്പോൾ അവന്മാരെപ്പോഴും പറയാറുണ്ട്, കിച്ചു, ഷറഫ്, അതുപോലെ തന്നെ അൽഫോൺസ്, ഷിനു, മുകേഷ്, ഇവരൊക്കെ പറയാറുണ്ട് താടി വെച്ച് കഴിഞ്ഞൊരു പത്മരാജൻ കെട്ടുണ്ടെന്നൊക്കെ പറയും. അതിങ്ങനെ എന്തോ സംസാരിച്ചെന്ന് പറയും. പക്ഷേ കണ്ണ് പുള്ളിയുടെ കണ്ണല്ലടാ, പുള്ളിയുടെ കണ്ടത് എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കാണിച്ചത് മുകേഷ് പറഞ്ഞു അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനപ്പം തന്നെ ഫോട്ടോ എടുത്തതാണ്. ആ ഫോട്ടോ ആണത്. അതെ, കണ്ണങ്ങനെ പുള്ളിയുടെ ഒരു കണ്ണിങ്ങനെയാണല്ലോ, ചെറിയ ഒരു പരിപാടിയുള്ളൊരു കണ്ണാണ്. അതങ്ങനെ പിടിച്ച് നിന്നപ്പോൾ അവൻ ആ ടൈമിൽ ക്ലിക്ക് ചെയ്തതാണ്. ബയോപിക്കിനായിട്ട് സമീപിച്ചോ?
ഇല്ല, ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു, പക്ഷേ എനിക്കറിയില്ല എന്താണ് എൻ്റെ ഒരു പോസിബിലിറ്റി കാര്യങ്ങൾ ആഗ്രഹമുണ്ട്. അറിയില്ല. പിന്നെ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. പിന്നെ ലെജൻഡല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ്, കാരണം പുള്ളിയുടെ എനിക്കോട് ആകെ ഒരു ഇൻ്റർവ്യൂ എന്തോ മാത്രമേ കണ്ടിട്ടുള്ളൂ യൂട്യൂബിൽ. അപ്പോൾ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊന്നും ഒരു കൊതിയുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും കൊതിയുള്ളതാണ്. എന്നെ ഒന്നാമത് പറയുകയും ചെയ്യും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും താല്പര്യം നമുക്ക് കൂടുമല്ലോ. അറിയില്ല നടക്കുമോ എന്താന്നുള്ളതൊന്നും. എന്തായാലും സിനിമയിൽ ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രമാവാനും സ്വയവും ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇനിയും കുറേ പോകാനുണ്ട്, കുറേ ലോങ് തുടങ്ങിയിട്ടുള്ളൂ. അതെ അതെ, പരിപാടി ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ. എൻ്റെ എനിക്ക് ആ ക്ലാരിറ്റിയും ഭയങ്കര ഇഷ്ടമായി. എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യണത് സമയം എടുത്തിട്ട് വൃത്തിക്ക് ചെയ്യണം. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറൊരു പ്രൊഫഷനിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഞാനതിന് അത്രത്തോളം സീരിയസ് ആയിട്ട് നിന്നിട്ടാണ് പരിപാടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം എനിക്ക് കൺവിൻസിങ് ആവണം ഒരു കഥയും കഥാപാത്രവും, എന്നാലേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു മോട്ടീവിൻ്റെയും പുറത്ത് സിനിമ ചെയ്യരുതേ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ആ ഒരു വേറൊരു മോട്ടീവും പാടില്ല. അറ്റ്ലീസ്റ്റ് ആ സിനിമ ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അയാൾക്കെങ്കിലും കണ്ടിരിക്കാൻ പറ്റണം. അതെ, അതായത് ഉറങ്ങാതെ തുടക്കം മുതൽ അവസാനം വരെ ഒരാൾക്കെങ്കിലും കണ്ടിരിക്കാൻ പറ്റണതായിരിക്കണം. അത് ചിലപ്പോൾ ഞാനായിരിക്കാം. അതങ്ങനെ അതാണല്ലോ. അല്ലാതെ ചുമ്മാ ഒരു വർക്ക് പോലെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, കുറച്ച് പ്രാക്ടീസ് വേണം എന്നുള്ളത് എനിക്ക് തോന്നിയാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ക്യാരക്ടേഴ്സ് ഉള്ളിൽ വരുന്നതിൽ നല്ലത് നോക്കിയിട്ട് പിക്ക് ചെയ്തിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയൊക്കെയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയില്ല. ഒരുപാട് മുന്നോട്ട് പോട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. ആ പ്രോസസ്സ് പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദി. പ്രോസസ്സൊന്നും പിള്ളേർ ചുമ്മാ ഫോണിൽ ഇതൊക്കെ പട്ട നമുക്ക് എപ്പോഴും കോൺഷ്യസ് ആണ്. അതായത് ഒരു സെൽഫി വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ആശംസാ വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 2-3 മണിക്കൂർ എടുക്കും ഒരു വീഡിയോ എടുക്കാനായിട്ട്. ഇപ്പോഴും നമുക്കത് ഭയങ്കര കോൺഷ്യസും അത് ശരിയായില്ല എന്നുള്ളൊരു പരിപാടി ഇതൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചുമ്മാ പുട്ടുപോലായിട്ട്, ഇപ്പോൾ ഉജ്ജ്വലനെ അഭിനയിച്ച അവന്മാർ കുഡോസ് ടീമൊക്കെ ചുമ്മാ പുട്ടുപോലെ വന്നിട്ടൊന്ന് അഭിനയിക്കും. അവന്മാർക്ക് ആ സിനിമ എന്താ പറയുക സറൗണ്ടിങ്സ് പരിചിതമല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവന്മാർ നോക്കി അവന്മാർ എല്ലാവരും പിള്ളേരൊക്കെ പടപടയെന്ന് പൊളിച്ചുകൊണ്ടിരിക്കണം. അല്ല, അങ്ങനെയല്ല പുതിയ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അവിടെ. അതിൽ നമ്മളെങ്ങനെ എക്സൽ ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഡിഫറെൻ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. എനിക്ക് തോന്നുന്നു ആക്ഷനാണ് എൻ്റെ പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു ജാക്കി ചാൻ പിടിക്കാൻ തോന്നുന്നു. ഇടിച്ചടിച്ച് നിൽക്കുന്ന സിജു വിൽസണ് മലയാള സിനിമ വരവേൽക്കട്ടെ. വെറുതെ ഇടിച്ചു നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും കാര്യകാരണങ്ങളില്ലാതെ വെറുതെ ഇടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്കത് ഫീൽ ചെയ്യില്ലല്ലോ. അതാണല്ലോ സേതുമാധവൻ്റെ ഒക്കെ, മനസ്സിലായോ? അതൊക്കെയാണ് വർക്കാകണം. ഇമോഷണൽ ഹുക്കില്ലാതെ നമ്മൾ എത്ര ഇടിച്ചിട്ടും കാര്യമില്ല. പ്രധാനമായിട്ട് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരുമ്പോൾ ഇമോഷൻ വളരെ പ്രധാനമാണ്. അതാ ഇമോഷൻ എന്ന് പറയുന്ന ഫാക്ടറാണ് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം തന്നെ. അതായത് നായകൻ്റെ ഇമോഷനിലൂടെ ആൾക്കാർക്ക് കടന്നു പോകാൻ സാധിക്കുമ്പോഴാണ് ആ കഥാപാത്രം അത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ആ സിനിമ അത്രത്തോളം ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാകുന്നു. അതാണ് ബേസ് കാര്യം. അങ്ങനെ പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾ സിജുവിലേക്ക് എത്തട്ടെ. ഓക്കെ, ഇത്രയധികം നേരം സംസാരിച്ചു. കുറേ നേരമല്ലേ ഇതാണല്ലേ പോഡ്കാസ്റ്റ്. ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ചോദിച്ചാണ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പരിപാടി. അല്ല ചേട്ടാ, കുറച്ചധികം 1 മണിക്കൂറൊക്കെ സംസാരിക്കുന്നത്, 3 മണിക്കൂർ എന്തോടെ സംസാരിക്കുന്നത്. എന്തായാലും നല്ലായിരുന്നു. കുറേ എന്താ പറയുക, കുറച്ച് ഓപ്പൺ അപ്പ് ആകാനായിട്ട് പറ്റി. അതുപോലെ സിനിമയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇഷ്ടമുള്ള മേഖല ആയതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും. കേൾക്കുന്നവർക്കും അറിയാം, എൻ്റെ ഒരു ട്രാവൽ അറിയാൻ പറ്റും. അല്ല, കൊള്ളാം, പോഡ്കാസ്റ്റ് കൊള്ളാം. എന്തായാലും ഇനി തുരുതുര പോഡ്കാസ്റ്റ് ആണ് ഇത് കഴിഞ്ഞിട്ട്. ഒരുപാട് ഓക്കെ, താങ്ക് യു.